ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ നമ്മൾ വിങ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഗോ ത്രൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്തിരുന്നു, അറ്റാക്ക് ഫംഗ്ഷൻ ആഡ് ചെയ്തിരുന്നു. അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ മോൺസ്റ്ററിൻ്റെ ഹെൽത്ത് കുറഞ്ഞ് വരുന്ന നമ്മൾ ലോജിക്ക് എഴുതി വെച്ചിരുന്നു ഇപ്പോൾ കറൻ്റ് അല്ലേ. ഇനി നമ്മൾക്കെന്ന് വെച്ചാൽ അറ്റാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് മോൺസ്റ്റർ ഹെൽത്ത് അപ്ഡേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഇനി ചെക്ക് ചെയ്യേണ്ടത് മോൺസ്റ്റർ ഡെഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ മോൺസ്റ്റർ ഇവിടെ ഡെഡ് ആയി കഴിഞ്ഞാൽ അറ്റാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിക്കലി എന്താ വെച്ചാൽ നമ്മൾ പറയണം ഇത് നമ്മൾ വിൻ ചെയ്തു എന്ന് പറയണം, പ്ലെയർ വിൻ ചെയ്തു എന്ന് പറയണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കറണ്ട് മോൺസ്റ്റർ ഹെൽത്തും കറണ്ട് പ്ലെയർ ഹെൽത്തും ചൂസ് മാക്സ് ലൈഫാണ് കൊടുത്തേക്കുന്നത്. സോ ചൂസ് മാക്സ് ലൈഫ് ഞാൻ 100 കൊടുത്തിട്ട് അത് രണ്ടും ഞാനിവിടേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ എഴുതാണ് ഇഫ് എഴുതിയിട്ട് കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് കുറയുകയാണെങ്കിൽ ലൈക്ക് എന്താ പറയുക 0 അതോ 0നേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, അലർട്ട് ഞാൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു പ്ലെയർ വോൺ എന്ന് വെച്ചാൽ യു വോൺ എന്നും പറഞ്ഞ് ഞാൻ എഴുതി. ഓക്കെ, സെമിക്കോൺ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം. സോ ഇവിടെ എന്ന് വെച്ചാൽ മോൺസ്റ്റർ ഹെൽത്ത് നമ്മൾ 0 അല്ലെങ്കിൽ 0 താഴെയാണെങ്കിൽ പ്ലെയർ വോൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കിനി ബ്രൗസർ റീലോഡ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ അറ്റാക്ക് അടിക്കാം. 1 2 3 ഒരു 10-15 കുറച്ച് പ്രാവശ്യം ഹിറ്റ് അടിക്കണം. ഓക്കെ, ഇപ്പോൾ ഹിറ്റ് അടിച്ചപ്പോൾ നമുക്ക് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് പോപ്പപ്പ് വന്നു 0ന് താഴെയായപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ യു വോൺ എന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 0 ബാർ ഹെൽത്ത് ബാർ 0 ആയാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അലർട്ട് പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ അലർട്ട് UI ബ്ലോക്ക് ചെയ്യും. സോ ആക്ച്വൽ ഹെൽത്ത് ബാർ അപ്ഡേറ്റ് ഡയലോഗ് ക്ലോസ് ചെയ്ത ശേഷം മാത്രമേ ഈ ഹെൽത്ത് ബാർ അപ്ഡേറ്റ് ആവുള്ളൂ. ഇത് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇത് ഹെൽത്ത് അപ്ഡേറ്റ് ആവുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ ഫ്ലോ പോസ് ചെയ്ത് വെച്ചേക്കാണ് ജാവാസ്ക്രിപ്റ്റ് അലർട്ട് യൂസ് ചെയ്തിട്ട്. ഓക്കെ, സോ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ വേണ്ട 0 അല്ലെങ്കിൽ 0ന് താഴെയായി. ഓക്കെ, ഇപ്പോൾ ഇതുവരെ ബേസിക്കലി വൺ സൈഡ് മാച്ചാണ്. ലൈക്ക് നമ്മൾ മോൺസ്റ്റർ ഹിറ്റ് ചെയ്യുന്നു, മോൺസ്റ്ററിൻ്റെ ഹെൽത്ത് കുറയുന്നു. ബേസിക്കലി ഒരു വൺ സൈഡ് മാച്ച് പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം നമുക്ക് ഈ ഗെയിം. സോ ആഫ്റ്റർ നമ്മുടെ അറ്റാക്ക് നമ്മൾ മോൺസ്റ്റർ അറ്റാക്ക് ചെയ്ത ശേഷം മോൺസ്റ്റർ നമ്മളെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, സോ അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബ്രൗസർ vendor.jsൽ ബേസിക്കലി നമുക്കൊരു കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഡീൽ പ്ലെയർ ഡാമേജ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് മോൺസ്റ്ററിൻ്റെ കൗണ്ടർ അറ്റാക്കാണ് ഈ ഫംഗ്ഷൻ. ഓക്കെ, സോ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം. നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അറ്റാക്ക് വാല്യൂ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ ഒരു വേരിയബിളും കൂടി ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റ് മോൺസ്റ്റർ അറ്റാക്ക് വാല്യൂ. മോൺസ്റ്ററിന് ഞാൻ ഇത്തിരി കൂടി 14 കൊടുക്കും, ഇത്തിരി വലിയ നമ്പർ കൊടുക്കുന്നുണ്ട്, കാരണം ഗെയിം ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിവിടെ കറണ്ട് ഹെൽത്തിന് കഴിഞ്ഞ ശേഷം ഞാനിവിടെ എഴുതാണ് കോൺസ്റ്റ് പ്ലെയർ ഡാമേജ് ഞാൻ എഴുതിയിട്ട് ഡീൽ പ്ലെയർ ഡാമേജ്. എന്നിട്ട് ഞാനിവിടെ വാല്യൂ കൊടുക്കുന്നത് മോൺസ്റ്റർ അറ്റാക്ക് വാല്യൂ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ കറണ്ട് പ്ലെയർ ഹെൽത്ത് നമ്മൾ കുറയ്ക്കാനായിട്ട് ഈ -= പ്ലെയർ ഡാമേജ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് കറണ്ട് ഹെൽത്ത് = കറണ്ട് ഹെൽത്ത് പ്ലെയർ മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാം. രണ്ട് സെയിമാണ് ഈ മൈനസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് നമ്മൾ എഴുതി വെച്ചപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലത്തെ ഇങ്ങനെ എഴുതി താഴത്ത് ഇങ്ങനെ എഴുതി. സെയിം തന്നെയാണ് കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് = കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് മൈനസ് ഡാമേജ് ആണ് ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയത്. ഇത് ഞാൻ ഷോർട്ട് ഫോം ഇല്ലാണ്ട് എഴുതി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ ഈ മോൺസ്റ്ററിൻ്റെ ഇപ്പോൾ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്ന സിറ്റുവേഷൻ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്, കാരണം ഇത് വാല്യൂ 14 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫ്യൂ റൺസ് ടിപ്പിക്കലി നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന് റീലോഡ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കണം ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാം. അറ്റാക്ക് ഉണ്ടോ, നമ്മുടെ പ്ലെയറിൻ്റെ ലൈഫാണ് തീരുന്നത് ഇവിടെ. ഇപ്പോൾ ബേസിക്കലി ഇത് തെറ്റാണ് കണ്ടീഷൻ, നമ്മൾ പിന്നെ ഇത് റൺ ചെയ്യുന്നു മാത്രം. സോ പ്ലെയർ ലൈഫ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ പറഞ്ഞു മോൺസ്റ്ററിനാണ് കുറച്ച് അഡ്വാൻറ്റേജ് വരണമെന്ന് പറഞ്ഞു. സോ അതൊക്കെ നമ്മൾ ബേസിക്കലി ഹാൻഡിൽ ചെയ്യും. ഒരു ഹീൽ ബട്ടണൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്ലെയറിൻ്റെ ഹെൽത്ത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാം. അതിപ്പോഴല്ല, അപ്കമിങ് വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബേസിക്കലി നമ്മൾ ലോസ്റ്റ് ചെയ്തു ചെക്ക് ചെയ്യണം ആക്ച്വലി. ഓക്കെ, സോ നമുക്കിവിടെ വേണമെങ്കിൽ ഇങ്ങനെ എൽസ് എഴുതാം. എൽസ് അലർട്ട് മോൺസ്റ്റർ വോൺ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, പക്ഷേ അല്ലെങ്കിൽ നമുക്ക് വേണ്ട യു ലോസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെയാണല്ലോ ഗെയിം വരിക. യു ലോസ്റ്റ് എന്നും പറഞ്ഞ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. പക്ഷേ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇനീഷ്യൽ ടൈം തന്നെ നമ്മൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ട്രൂ അല്ല, ഫോൾസ് ആകുമ്പോൾ നേരെ യു ലോസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. സോ അത് പ്രോപ്പർ രീതിയല്ല. ഇപ്പം ഞാൻ സേവ് ചെയ്തിട്ടൊന്ന് റീലോഡ് ചെയ്ത് കാണിച്ചാൽ തന്നെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ യു ലോസ്റ്റ് ഇനീഷ്യലി തന്നെ വരുന്നു. സോ ഇത് റോങ് ആണ് ആക്ച്വലി. ഓക്കെ, ഇത് ബേസിക്കലി എന്ന് വെച്ചാൽ അറ്റാക്ക് ഹാൻഡിൽ ചെയ്യുന്ന ക്ലിക്ക് ഉണ്ടല്ലോ, ഇത് ബേസിക്കലി ഗെയിം സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ക്ലിക്കിൽ തന്നെ മോൺസ്റ്റർ ഹെൽത്ത് 0 അല്ല. ഓക്കെ, സോ എൽസ് ബ്ലോക്ക് റൺ ചെയ്യും, അതുകൊണ്ട് നമുക്ക് യു ലോസ്റ്റ് എന്നുള്ളത് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ലൂസ് ആവുന്നില്ല, പക്ഷെ നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ. സോ അതിനൊരു കറക്റ്റ് ലോജിക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ എഴുതാൻ പോകുന്നത് എൽസിഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എൽസിഫ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത്, കറണ്ട് പ്ലെയർ ഹെൽത്ത് നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ യു ലോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ കൊടുക്കാൻ പറ്റും. സോ ബേസിക്കലി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മോൺസ്റ്ററിനെ ബീറ്റ് ചെയ്തു എന്നുള്ളതാണ്. സെക്കൻഡ് കണ്ടീഷൻ മോൺസ്റ്റർ നമ്മളെ ബീറ്റ് ചെയ്തു എന്നാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അറ്റാക്ക് ഇവിടെ മോൺസ്റ്റർ ജയിക്കുള്ളൂ, കാരണം മോൺസ്റ്റർ നമ്മൾ പവർ കൂട്ടി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വന്നു, നമ്മൾ ലോസ്റ്റായി, 0 ആയപ്പോൾ നമ്മൾ ലോസ്റ്റായി. ഓക്കെ, സോ ഇനി ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് മരിക്കുകയാണെങ്കിൽ, മോൺസ്റ്ററും നമ്മളും ഒരേ സമയത്ത് മരിക്കുകയാണെങ്കിൽ ഡ്രോ ആവും മാച്ച് ബേസിക്കലി. സോ ആ ടൈമിൽ നമ്മൾ കണ്ടീഷൻ ഹാൻഡിൽ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു എൽസിഫ് ഇടുക. ഇവിടെ എൽസിഫ് ഇത് രണ്ടും 0 ആണെങ്കിൽ, കറണ്ട് ഹെൽത്ത് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ആൻഡ് പ്ലെയറിൻ്റെ കറണ്ട് പ്ലെയർ ഹെൽത്ത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ടും 0 ആണെങ്കിൽ കറണ്ട്, അതുകൊണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. സോ ഇതെന്ന് പറഞ്ഞാൽ എൽസ് ബ്ലോക്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് എൽസ് കൊടുക്കാനും പറ്റില്ല, കാരണം നമുക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് എൽസ് ഇവർ ചുമ്മാ എൽസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ടൈം നമ്മൾ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എൽസ് റൺ ആയിക്കൊണ്ടിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാസ്റ്റ് എൽസിഫിൽ കറണ്ട് മോൺസ്റ്റർ ഹെൽത്ത് 0 താഴെയും ആൻഡ് കണ്ടീഷൻ ഇട്ടിട്ട്, ആൻഡ് ഇതും കറണ്ട് പ്ലെയർ ഹെൽത്തും 0 താഴെയാണെങ്കിൽ ഡ്രോ ആവും ആക്ച്വലി. ഓക്കെ, സോ ഡ്രോ സിമുലേറ്റ് ചെയ്യാനായിട്ട് ഇനി നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് വെച്ചാൽ, അതിന് മുമ്പ് ഞാനിവിടെ അലർട്ട് ചെയ്തിട്ടില്ല. അലർട്ട് ഞാനിവിടെ ഇതും എന്താ ഡ്രോ മാച്ച് ചെയ്താൽ ഡ്രോ മാച്ച് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് സിമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചൂസ് മാക്സ് ലൈഫ് 100 കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം, 2 കൊടുക്കാം തൽക്കാലം. ഓക്കെ, സോ കാരണം ഇത് 2 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലേക്ക് ഡ്രോ മാച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് മാക്സ് ലൈഫ് 2 കൊടുത്തിട്ട് അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറ്റി, യു വോൺ. ചൂസ് മാക്സ് ലൈഫ്. നമുക്ക് 5 കൊടുക്കാം. ലോസ്റ്റ് ഇവിടെ കറണ്ട് വാഷ്
നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഡ്രോ ആക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് ബേസിക്കലി. യു ലോസ്റ്റ്. നമുക്കിങ്ങനെ ഡ്രോ ആക്കാം തൽക്കാലം കുറച്ചിട്ട്. മാച്ച് കഴിഞ്ഞു, എന്നാലും ഇങ്ങനെ അടിച്ചടിച്ച് കുറച്ച് ഡ്രോ ആക്കാം. ഇപ്പോൾ രണ്ട് ബേസിക്കലി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത്. സോ ഇപ്പോൾ ഇൻസ്പെക്ട് ഒന്ന് ഡീബഗ് ചെയ്ത് നോക്കട്ടെ. നമുക്കൊന്ന് നമ്മുടെ ഈ കോഡൊന്ന് ഡീബഗ് ചെയ്തെടുക്കാം. സ്ക്രിപ്റ്റ്സ് ആപ്പിൽ നമ്മളിവിടെ ഡാമേജ് കൊടുത്തിട്ട് ഞാൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് വാല്യൂ കൊടുത്തു. സോ കറണ്ട് മോഷൻ ഹെൽത്ത് മൈനസിലേക്ക് പോയി. പിന്നെ പ്ലെയർ ഡാമേജ് 1ലേക്കാണ്. സോ അത് കുറയ്ക്കും എന്തായാലും. ഇതിൽ പ്രശ്നമുണ്ട്. നമ്മൾ എഴുതിയ ലോജിക്കൽ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ മാച്ച് ആവുന്നത് ആക്ച്വലി നമ്മൾ കറണ്ട് ഹെൽത്ത് 0 ആൻഡാണ് നമ്മൾ കൊടുക്കുന്നത് ഡ്രോയിന് വേണ്ടിയിട്ട്, പിന്നെ കറണ്ട് പ്ലെയർ ഹെൽത്ത്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് ഹെൽത്ത് മോൺസ്റ്റർ ഹെൽത്ത് 0 ആയിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത്. അതേപോലെ കറണ്ട് പ്ലെയർ ഹെൽത്ത് 0 ആയിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇതിൽ ഡ്രോയിലേക്ക് വരില്ല, കാരണം ഇത് അല്ലെങ്കിൽ ഇത് ട്രൂ ആയിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷനിലേക്ക് പോകും. സോ അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ആൻഡ് കണ്ടീഷൻ കൊടുക്കണം. ആൻഡ് ഇപ്പം നമ്മളെപ്പോഴാണ് ജയിക്കുന്നത് വെച്ചാൽ മോഷൻ ഹെൽത്ത് 0 ആയിരിക്കാൻ വേണം, കറണ്ട് പ്ലെയർ ഹെൽത്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0 ആവാൻ വേണം. ഓക്കെ, എന്നാലേ നമ്മൾ ജയിക്കുള്ളൂ. നമ്മുടെ ഹെൽത്ത് 0യേക്കാൾ കൂടുതൽ വേണം, ഒപ്പോണൻ്റ് ഹെൽത്ത് കുറയാൻ വേണം. അതേപോലെ തന്നെ ഒപ്പോണൻ്റ് എപ്പോഴും ജയിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് കുറയാൻ വേണം, പക്ഷേ ഒപ്പോണൻ്റ് ഹെൽത്ത് കറണ്ട് മോഷൻ ഹെൽത്ത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ അതുണ്ടെങ്കിൽ നമുക്ക് വരില്ലാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ 5 അല്ല, നമുക്ക് 2 കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. അറ്റാക്ക് ഡ്രോ മാച്ച് ചെയ്യണ്ട. സോ നമ്മൾ പറഞ്ഞു 2 പേരുടെ ഹെൽത്ത് 0 ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരാളുടെ 0 ആയിട്ട് മറ്റാളുടെ 0-നേക്കാളും വലുതായിരിക്കണം. സോ എന്നാലേ ബേസിക്കലി ഇത് വർക്കാവുള്ളൂ. ഓക്കെ, ഡ്രോ മാച്ച് വർക്കാവുള്ളൂ എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് തിരിച്ച് ഞാൻ ചൂസ് മാക്സ് ലൈഫ് ഞാൻ 100ലേക്ക് എത്തിക്കാം തൽക്കാലം. ഡ്രോയുടെ സിറ്റുവേഷൻ കാണിക്കാൻ വേണ്ടി ഞാൻ ഫയൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ബേസിക്കലി നമ്മൾ തിരിച്ച് 0 കൊണ്ടുവന്നു. നമ്മൾ എന്താ ചോദിച്ചാൽ നോർമൽ വിൻ നമ്മൾ ചെക്ക് ചെയ്തു, നോർമൽ ലോസ് ചെക്ക് ചെയ്തിരുന്നു, ഡ്രോ മാച്ച് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, പിന്നെ മോസ്റ്ററെ കൊണ്ട് തിരിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യിപ്പിച്ചിരുന്നു നമ്മുടെ കേസിൽ. പിന്നെ നമ്മൾ ലോജിക്ക് ചെക്ക് ചെയ്തിരുന്നു, നമ്മുടെ ഇഫ് കണ്ടീഷൻ എഴുതിയ ലോജിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഗെയിമിൻ്റെ ഒരു മെയിൻ ബ്രെയിൻ ലോജിക്ക് ബിൽഡ് ചെയ്തു എന്ന് പറയും നമ്മൾ ഇനി. ഓക്കെ, ഇനി ബേസിക്കലി ഹീൽ ഫങ്ഷനാലിറ്റി, ബോണസ് ലൈഫ്, റീസെറ്റിൽ, പിന്നെ ബാറ്റിൽ ലോഗ്, ഇതൊക്കെ നമ്മൾ എഴുതണം, നമ്മുടെ കോഡിങ് എഴുതണുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ താങ്ക്സ് എ ലോട്ട്, ബൈ.